ഒടുവിൽ സച്ചി ശ്രുതി ഒരു പേരും കള്ളിയാണെന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കുകയാണ്. സച്ചിയേട്ടൻ ആന്റണി ഒന്ന് ശരിക്ക് പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ ആന്റണിയുടെ വായിൽ നിന്ന് തന്നെ വരുമെന്ന് രേവതി പറയുന്നുണ്ട്. അതനുസരിച്ച് സച്ചി ആന്റണിയെ കാണാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് ആന്റണിയോട് സച്ചി കരയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആന്റണി ഒന്നും തുറന്നു പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആന്റണി ശരിക്കും പെരുമാറാണ് സച്ചി. ഒടുവിൽ സച്ചിയുടെ അടി സഹിക്കാൻ വയ്യാതെ എന്തിനാണ് ശ്രുതി തന്റെ അടുത്തേക്ക് വരുന്നതെന്നുള്ള സത്യം ആന്റണി തുറന്നു പറയാണ്. ഒടുവിൽ ആന്റണി ഒളിപ്പിച്ച നവീൻ ദാസിനെ സച്ചി അവിടെ വെച്ച് കണ്ടെത്തുന്നുണ്ട്. ഈ നവീൻദാസിനെ മുൻപരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ സച്ച് ചോദിക്കുന്നുണ്ട്, ഇവനുമായിട്ട് നിനക്കെന്താ ഏർപ്പാടെന്ന്. എന്തായാലും ആന്റണിക്ക് വള്ളി പുള്ളി തെറ്റാതെ സത്യങ്ങളെല്ലാം ശ്രുതിയെ കുറിച്ച് പറയേണ്ടി വരികയാണ്. ഇതൊരു വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. സച്ചിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ സച്ചി എങ്ങനെയാണ് ആന്റണിയുടെ അടുത്ത് എത്തിയതെന്ന് അറിയണ്ടേ? ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ആന്റണിയാണ്. ആന്റണി നവീൻദാസിന്റെ അടുത്തുണ്ട് കേട്ടോ. നവീൻദാസിനോട് ആന്റണി പറയുന്നുണ്ട്, ഡാ ഞാനിപ്പോൾ വല്ലാത്ത കെണിയിലാണ് പെട്ടേക്കുന്നത്. നിനക്ക് ദിവസവും ഇങ്ങനെ തിന്നും കുടിച്ച് ഇവിടെ നടന്നാൽ മതിയല്ലോ. നിന്റെ ചെലവ് വരെ ഇപ്പം ഞാൻ എടുക്കുന്നത്. അതിനെന്താ ആന്റണി, എൻ്റെ പേരും പറഞ്ഞ് നീ ശ്രുതിയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം പണം കൈപ്പറ്റിയില്ലേ? അതുകൊണ്ടെന്താ കാര്യം? നീയിപ്പോൾ ഒരു 10-20 ദിവസമായാലും ഇവിടെ നിൽക്കുന്നത്. നിന്റെ ചിലവ് മുഴുവൻ ഞാനല്ലേ നോക്കുന്നത്. അത് പിന്നെ നീ നോക്കണ്ട ആന്റണി. എൻ്റെ പേരും പറഞ്ഞല്ലേ ശ്രുതിയോട് കാശ് വാങ്ങിയിരിക്കുന്നത്. ഞാൻ പിന്നെ അവളുടെ മുന്നിൽ ചെന്നപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? അപ്പം പിന്നെ ഒളിത്താവളത്തിൽ കഴിയുന്ന പോലെ നേരത്തിന് ആഹാരം കഴിച്ച് എനിക്കിവിടെ ഇരുന്നാൽ മതിയല്ലോ. കൊള്ളാം, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ദേ, ഒരു 10 ദിവസം കൂടി ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ സുധിയെയും ശ്രുതിയെയും പറ്റിച്ച് 30 ലക്ഷം രൂപയും വാങ്ങി കടന്നു കളഞ്ഞവരെ നീ കണ്ടെത്തണം. ഞാനോ? അത് ആന്റണിയല്ല അവർ ഏൽപ്പിച്ചത്, അത് എന്നെയാണ്. പക്ഷെ നീ ഇങ്ങനെ വെറും തിന്നും കുടിച്ച് ഇവിടെ കഴിഞ്ഞാൽ പോരല്ലോ. എനിക്ക് നിന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണ്ടേ? ദേ ആന്റണി, ഞാനിപ്പോൾ ഇതുമായി അന്വേഷണം നടത്തിയാൽ അവൾ എന്നെ കാണത്തില്ലേ? കണ്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. നിന്നെ ഇങ്ങനെ ഇവിടെ വെറുതെ തീറ്റിപ്പോരുന്നേക്കാളും നല്ലതല്ലേ അത്? ഡാ, നിനക്കറിയോ, ദേ ഈ നിൽക്കുന്ന ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, അവന്മാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. നീ അത് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇവിടെ 4 നേരം കൊണ്ടുതരുന്ന ഭക്ഷണം കഴിച്ച് AC റൂമിൽ സുഖമായിട്ട് കഴിയല്ലേ? നീ എന്താ കരുതിയത്? നിന്നെവിടെ നോക്കുന്നതിൽ വലിയ ചിലവൊന്നും ഇല്ലെന്നോ? ഇപ്പം ആന്റണിക്ക് എന്ത് വേണം? അയാൾ ആരാന്ന് കണ്ടെത്തിയാൽ പോരെ? കണ്ടെത്തണം, അതെൻ്റെ അഭിമാന പ്രശ്നമാണ്. അവളെനിക്ക് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടെത്തിയിരിക്കണം. ആ 30 ലക്ഷം രൂപ സച്ചി അന്വേഷിക്കുന്നതിന് മുമ്പ് എനിക്ക് അന്വേഷിച്ച് കണ്ടെത്തണം. അതെൻ്റെ അഭിമാന പ്രശ്നമായിപ്പോയി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാന്ന്? അന്വേഷിച്ചാലെല്ലാം അറിയാൻ പറ്റൂ. ശരിയാ, ഞാൻ ഇന്നലെ അമ്പലത്തിൽ അന്വേഷിച്ചു. പക്ഷെ അവിടുത്തെ CCTV ഫൂട്ടേജൊന്നും അവർ തരുന്നില്ല. ഒന്നെങ്കിൽ പോലീസ് വരണം, അല്ലെങ്കിൽ പിന്നെ കോടതിയുടെ പെർമിഷനോ മറ്റോ വേണം. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ കിട്ടും? അവരുടെ ഫോട്ടോയോ കാര്യമൊന്നും അവരെടുത്തു വെച്ചിട്ടില്ലേ? ഉണ്ട്, പക്ഷെ അത് അവരല്ലേ എടുത്തത്. ആ പോയവരെ എടുത്തത്. ഇവരുടെ 30 ലക്ഷം വാങ്ങി പോയവർ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ ശ്രുതിയും സുധിയും എന്തു മണ്ടനാണെന്നാ. എല്ലാ കെണിയിലും ചെന്ന് ചാടും ഇവർ. ആ ശ്രുതി ഒരു മണ്ടനാ, അത് ആന്റണിക്ക് അറിയാനിട്ടാ. അതെനിക്ക് അറിയായികയൊന്നുമില്ല. അവൻ നല്ല ഉഗ്ര മണ്ടൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ 50 ലക്ഷം രൂപ പ്രണയ വാഗ്ദാനം നൽകിയിട്ട് അവനിൽ നിന്നും ഏതോ പെണ്ണ് അടിച്ചു മാറ്റി കൊണ്ടുപോയത്. അവളിപ്പോൾ കാനഡയിൽ സുഖിച്ച് കഴിയുക. ഇതൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ചിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയെയും രേവതിയുമാണ്. രേവതി പറയുന്നുണ്ട് സച്ചിയോട്, സച്ചിയേട്ടാ, ഇനി നമുക്ക് എങ്ങനെ അയാളിലേക്ക് എത്താൻ പറ്റും? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണാനില്ല. അറ്റ്ലീസ്റ്റ് അയാളുടെ ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് കരുതാം. ഇതിപ്പോൾ ആരെയാന്ന് വെച്ചിട്ടാണ് നമ്മൾ തിരക്കുന്നത്? അയാൾ എങ്ങോട്ടാ പോയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്കല്ലേ ഇപ്പം ആന്റണി എന്ന് പറയുന്നവൻ ഒരു കുരിശായി വന്നേക്കുന്നത്. അതെ സച്ചേട്ടാ, ഈ ശ്രുതിയും ആന്റണിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. കണ്ടെത്തണം. ആ പാർലർ കേടി അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല. ആ പാർലർ കേടിയുടെ പിന്നിൽ എന്തൊക്കെയോ നമ്മൾ അറിയാത്ത രഹസ്യങ്ങളുണ്ട് രേവതി. അത് നമുക്ക് പിടിച്ചെടുക്കണം. ഇപ്പം സുധിയുടെ കള്ളം പിടിച്ചില്ലേ, അതുപോലെ അവളെ ഞാൻ അതിനകത്ത് കയറ്റും. അവളെ ഞാനൊരു വിചാരണ ചെയ്യും രേവതി. അതിനു മുമ്പ് നമുക്ക് കൃത്യമായി തെളിവ് കിട്ടണം. അല്ലാതെ ഇവിടെ ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. സച്ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? എന്ത് കാര്യമോ രേവതി? സച്ചേട്ടൻ ആന്റണീൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്ന എനിക്കറിയാം. പിടിച്ചു നിൽക്കുന്നോ എന്ന് വെച്ചാൽ സച്ചേട്ടൻ ആന്റണിയെ തല്ലി തോൽപ്പിക്കില്ലേ? തോൽപ്പിക്കും. അത് നിനക്കറിയാലോ. ഗജാനന്ദനെ പോലും ഊതി പറപ്പിച്ചതല്ലേ സച്ചേട്ടൻ. എൻ്റെ രേവതി, നീ എന്നെങ്ങനെ പൊക്കി അവസാനം താഴേക്കിടാതിരുന്നാൽ മതി. ഞാൻ താഴേക്കിടുന്നൊന്നില്ല. സച്ചേട്ടൻ ആന്റണി ഒന്ന് ചെന്ന് കാണണം. ഞാനോ? ആന്റണിയുടെ താവളത്തിൽ സച്ചേട്ടൻ ഒന്ന് ചെല്ലണം. എന്തിന്? എന്നിട്ടെന്താ കാര്യം? എൻ്റെ സച്ചേട്ടാ, നമുക്ക് അവനിൽ നിന്നല്ലേ സത്യം അറിയാനുള്ളത്. ആ ശ്രുതിയെ പിടിച്ച് ചോദിച്ചാൽ അവൾ സത്യം ഒന്നും പറയത്തില്ല.
അപ്പം പിന്നെ ആൻ്റണിയുടെ അടുത്ത് ചെന്ന് ചോദിക്കണം എന്തിനാണ് ശ്രുതി ആൻ്റണിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കുന്നതെന്ന്. ശരി, നമ്മളങ്ങനെ പോയി ചോദിച്ചെന്നിരിക്കട്ടെ. അവൻ സത്യം പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? സച്ചേട്ടൻ്റെ അടിക്ക് മുന്നിൽ അവൻ സത്യം പറയാതിരിക്കില്ല സച്ചേട്ടാ. അത് നീ പറഞ്ഞത് ശരിയാണ്. അവനെ പിടിച്ച് രണ്ട് വീശിക്കഴിഞ്ഞാൽ അവൻ സത്യമൊക്കെ പറയും. അല്ലെങ്കിലും അവൻ എന്തിനായിരിക്കും നമ്മൾ അന്വേഷിച്ച അതേ കാര്യം തന്നെ അമ്പലത്തിൽ വന്ന് അന്വേഷിച്ചത്? അപ്പോൾ അവനും ശ്രുതിക്കുമിടയിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ സച്ചേട്ടാ? അത് പിന്നെ പറയാനുണ്ടോ? അത് ഉറപ്പാ. എന്നാൽ പിന്നെ സച്ചേട്ടൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. നേരെ ആൻ്റണീൻ്റെ കാണാൻ വിട്ടോ. അയാളിൽ നിന്ന് നമുക്കറിയേണ്ടതൊക്കെ കിട്ടുമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. രേവതി പറഞ്ഞത് ശരിയാ. അവനെ ഒന്ന് ശരിക്ക് കിട്ടി കുടഞ്ഞാൽ അവൻ സത്യമൊക്കെ പറയും. സച്ചേട്ടാ, എന്നാൽ പിന്നെ ഞാനും കൂടി വരട്ടെ? ഏയ്, നീ വരണ്ട. അവൻ്റെ താവളത്തിലെ വേറെ കുറേ എണ്ണം ഉണ്ടാവും. ചിലപ്പോൾ എന്നെ പിടിച്ചു നിർത്തി നിന്നെ അപായപ്പെടുത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്. ഞാൻ ഒറ്റയ്ക്ക് അവനെ ചെന്ന് കണ്ടോളാം. അതാണ് നല്ലത്. സച്ചേട്ടാ, ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണം. അവന് ചുറ്റിലും ആളുകളുണ്ടായിരിക്കും. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവൻ ഞാൻ വരുന്ന വിവരം അറിയത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവൻ അത്രയും വലിയ സെറ്റപ്പോടെ ഒന്നും നിൽക്കത്തില്ല. ശരി സച്ചേട്ടാ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൻ എവിടെയാണ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. 1-2 സ്ഥലത്ത് അവൻ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ. ശരി. അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ആദ്യം പോകുന്നത് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആ സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള ഗുണ്ടകൾ മുന്നോട്ട് വരുന്നുണ്ട്. സച്ചി, എവിടെടാ നിൻ്റെയൊക്കെ തലവൻ ആൻ്റണി? അത് പിന്നെ ആൻ്റണി ഏട്ടൻ പുറത്തോട്ട് പോയിരിക്കുക. എവിടേക്ക് പോയിന്ന്? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടല്ല ആൻ്റണി ഏട്ടൻ പോവാറ്. ഡാ, സത്യം പറയാണോ നീ? ഇതും പറഞ്ഞ അവൻ്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാണ് സച്ചി, എവിടേക്കാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വേറെ ആരുമില്ലേ? ഇപ്പം ഇവിടെ വേറെ ആരുമില്ല. ചിലപ്പോൾ ആൻ്റണി ഏട്ടൻ റെസ്റ്റ് ഹൗസിലുണ്ടായിരിക്കും. റെസ്റ്റ് ഹൗസോ? അതെവിടെയാ? അതിവിടെ അടുത്ത് തന്നെയാ, ആൻ്റണി ഏട്ടൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്. ശരി. പിന്നെ ഞാൻ വന്ന വിവരം നീ അവനെ വിളിച്ച് അറിയിക്കണ്ട കേട്ടോ? ഓ ശരി സച്ചി. അവർക്കൊക്കെ സച്ചിയെ വലിയ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നേരെ റെസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. പക്ഷേ റെസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവൻ എവിടെ പോയിരിക്കുക? ഇനിയിപ്പോൾ ഇവൻ എവിടെ ചെന്നാലോ ഒന്ന് കാണാൻ പറ്റുക. ആ സമയത്താണ് രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ രേവതി. സച്ചേട്ടൻ ഇത് എവിടെയാ? ആൻ്റണിയുടെ അടുത്ത് എത്തിയോ? ഞാൻ ആൻ്റണിയെ തിരക്കി ആൻ്റണിയുടെ ഓഫീസിൽ വന്നു. പക്ഷേ അവൻ അവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ റെസ്റ്റ് ഹൗസിലും വന്നു, ഇവിടെയില്ല. ഇനിയിപ്പോൾ അവൻ എങ്ങോട്ടായിരിക്കും പോയത്? അവൻ ഇഷ്ടം പോലെ ഒളിത്താവളങ്ങൾ ഉണ്ടല്ലോ സച്ചേട്ടാ. വല്ല കുറ്റവും ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ടായിരിക്കും. നീ പറഞ്ഞത് ശരിയാ. സച്ചേട്ടാ, അവൻ എവിടെയാണെന്ന് അറിയാൻ ഒരു മാർഗമുണ്ട്. എന്താ രേവതി? ചിലപ്പോൾ ശരത്തിനോട് ചോദിച്ചറിയാൻ മതിയായിരിക്കും. അവനറിയാലോ ആൻ്റണി ഉണ്ടാവുന്ന സ്ഥലം. നീ പറയുന്നത് ശരിയാ സച്ചേട്ടാ. ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സച്ചേട്ടനും ഏതായാലും വീട്ടിലോട്ട് വാ. നമുക്ക് ശരത്തിനെ കണ്ട് കാര്യം തിരക്കാം. ശരി, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ രേവതിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ 2 പേരും വീട്ടിലെത്തുന്നുണ്ട്. അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ശരത്ത് പഠിക്കാണ് കേട്ടോ. ശരത്തിനെ കണ്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരത്ത് പഠിക്കാണോ? സച്ചേട്ടാ, ചേച്ചിയില്ലേ? ദേ അവളും വരുന്നുണ്ട്. ചേച്ചി ഉണ്ടല്ലേ? അമ്മേ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങളായിരുന്നോ? മോളെ രേവതി, ഒന്ന് വിളിച്ചിട്ട് പറയണ്ടേ? എന്നാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഊണ് ഒരുക്കില്ലായിരുന്നോ? അയ്യോ അമ്മേ, അതൊന്നും ആവശ്യമില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും ഇവിടെ കയറിയെന്നേ ഉള്ളൂ. എന്താ സച്ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല. നിന്നോടൊരു കാര്യം ചോദിക്കാൻ കയറിയതാ. നീ ഇതിനു മുമ്പ് രേവതിയോട് പറഞ്ഞില്ലായിരുന്നോ ശ്രുതി അവിടെ പലിശയ്ക്ക് പണം വാങ്ങിക്കാൻ വരാറുണ്ടെന്ന് ആൻ്റണിയുടെ അടുത്ത്? അതേ സച്ചേട്ടാ, പല തവണയായിട്ട് അവർ പണം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ചെറിയ തുകയൊന്നല്ല, അത്യാവശ്യം വലിയ തുക തന്നെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ പലതവണ അവരെ കണ്ടതാ. അക്കൗണ്ട് സെക്ഷനിൽ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നല്ലോ. ശരത്തെ, ഈ ആൻ്റണിയുടെ പലിശയ്ക്ക് പണം കൊടുത്തതിൻ്റെ ലിസ്റ്റോ മറ്റോ നിൻ്റെ കയ്യിലുണ്ടായിരിക്കുമോ? അത് നിങ്ങൾക്ക് എന്തായാലും ശ്രുതി ചേച്ചിയുടേത് മാത്രം കിട്ടിയാൽ മതിയായിരിക്കില്ലേ? അത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതി തന്നെയാണ് ഫോട്ടോ എടുത്ത് വെച്ചത്. അതെന്തായാലും നന്നായി അല്ലേ രേവതി? അതെ, അതൊരു തെളിവായല്ലോ. പിന്നെ അതല്ലാത്ത തെളിവുകളും ആൻ്റണിയുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചിയേട്ടാ. ശരത്തെ, ഞങ്ങൾ വേറൊരു കാര്യത്തിനും കൂടിയാണ് വന്നത്. ഈ ആൻ്റണി എവിടെയാണ് ഉണ്ടായിരിക്കാമെന്നറിയോ? ചിലപ്പോൾ ഓഫീസിൽ കാണും. ഓഫീസിലില്ല. എന്നാൽ പിന്നെ റെസ്റ്റ് ഹൗസിൽ കാണും. റെസ്റ്റ് ഹൗസിലും ഇല്ല. വീട്ടിലും ഇല്ലേ? വീട്ടിലും ഇല്ലെന്നേ. എന്നാൽ പിന്നെ പോകാൻ 2 വഴിയേ ഉള്ളൂ. അയാൾ മിക്ക ദിവസങ്ങളിലും ഒളിഞ്ഞിരിക്കാറ് അവിടങ്ങളിലൊക്കെയാണ്. അതിപ്പോൾ എനിക്കറിയുന്നതുകൊണ്ട് അയാൾ അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. എവിടെയാണ് ആ സ്ഥലം? നീ പറ, ഞാൻ ചെന്ന് നോക്കാം.
ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. ഏയ് വേണ്ടടാ, ഞാൻ ചിലപ്പോൾ അവിടെ വന്ന് ചിലപ്പോൾ തല്ലും പിടിയൊക്കെ ആയിരിക്കും. അതെന്തായാലും വേണ്ട, നീ ഇപ്പോൾ പഠിക്കാൻ നോക്ക്. അയ്യോ സച്ചേട്ടാ, ഈ ആൻ്റണിയുമായിട്ട് തല്ലൊന്നും ഉണ്ടാക്കാതെ സച്ചേട്ടാ. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം, അതിനുവേണ്ടിയാണ് ഞാൻ ആൻ്റണിയുടെ അടുത്ത് ചെല്ലുന്നത്. ആ എന്തായാലും ഞാൻ സച്ചേട്ടൻ്റെ കൂടെ വരാം. അകത്തോട്ട് വരുന്നില്ലെന്ന് മാത്രം. സച്ചേട്ടൻ്റെ സ്ഥലം കാണിച്ചു തരാം. എന്നാൽ പിന്നെ ഇവനെയും കൂടി കൊണ്ടുപോയിക്കോ. പക്ഷേ രേവതി, ഇവനെ നോക്കിയാൽ മതി സച്ചേട്ടൻ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീയും കൂടെ പോര്. സ്ഥലം പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ശരി. അമ്മേ, എൻ്റെ ഒരു ഷർട്ട് എടുക്കോ? ഇപ്പോൾ എടുക്കാം. സച്ചി, ഇവനെ സൂക്ഷിച്ചോളണേ. അമ്മേ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ശരത്ത് ഷർട്ട് എടുത്തിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നിട്ടോ. സച്ചിയും ശരത്തും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നിട്ടോ. അങ്ങനെ ശരത്ത് പറഞ്ഞ പ്രകാരം 1-2 സ്ഥലങ്ങളിൽ പോയിട്ടും അവിടെ ആൻ്റണി കാണുന്നില്ല കേട്ടോ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ സച്ചേട്ടാ ചെയ്യുക? ഇനി എന്ത് ചെയ്യാനാ? അവനെ ഇവിടെ നോക്കിയിട്ട് കാണാനില്ലല്ലോ. എന്തായാലും അവൻ്റെ ഓഫീസ് വരാതിരിക്കില്ലല്ലോ. ഞാൻ അവിടെ വെച്ച് അവനെ പൊക്കിക്കോളാം. അതാ നല്ലത് സച്ചേട്ടാ. സച്ചേട്ടൻ എന്തായാലും വണ്ടി എടുക്കുക, നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ ഒരു ഗുണ്ടയെ അവിടെ കാണുന്നത്. അതായത് ആൻ്റണിയുടെ കൂടെ എപ്പോഴും ചങ്കായിട്ടുണ്ടാവുന്ന ഒരു ഗുണ്ട. ഇത് കണ്ടപ്പോൾ തന്നെ ശരത്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ ഒന്ന് നിർത്തിക്കേ, ദേ അവനെ കണ്ടോ? അവന് ആൻ്റണിയുടെ കൂടെ ഉണ്ടാവുന്ന മെയിൻ ഗുണ്ടയാണ്. അയാൾക്ക് ആൻ്റണി എവിടെയാണെന്ന് അറിയാൻ പറ്റും സച്ചേട്ടാ. അയാളൊന്ന് ശരിക്കും പെരുമാറിയാൽ മതി. ആണോ? എന്നാൽ പിന്നെ ഒന്ന് ചോദിക്കണമല്ലോ. ഇതും പറഞ്ഞ് സച്ചി കാർ ഒരു ഭാഗത്ത് ഒതുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി അയാളുടെ അടുത്തോട്ട് ചെല്ലാണ്. സച്ചിയെ കണ്ട പാടത്തിന് ഇയാൾക്കൊരു പേടി തോന്നാൻ കേട്ടോ. കാരണം സച്ചിയെ നന്നായിട്ട് അറിയാം ഇവർക്ക്. അയാൾ ഓടാൻ നിൽക്കുന്ന സമയത്ത് സച്ചി പിന്നാലെ ചെന്ന് ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ഓടിയതിനു ശേഷം അയാൾ സച്ചിയുടെ പിടിവള്ളിയിൽ കിട്ടുകയാണ് കേട്ടോ. എന്താടാ, നീ എന്നെ കണ്ടപ്പോൾ എന്തിനാ ഓടിയത്? അത് പിന്നെ സച്ചി, വേറൊന്നുമല്ല, നീ ചുമ്മാ തല്ലാൻ വരുമായിരിക്കുന്നു കരുതിയിട്ടാ. നാണമില്ലല്ലോടോ ഗുണ്ടാന്ന് പേരിട്ട് നടക്കാൻ. ഞാനേ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല. ആൻ്റണി ഇപ്പം എവിടെയുണ്ട് അതറിയണം. അത് നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്റെ വായിന്ന് ചോര വരും. സച്ചി വരുത്തിക്കും. അയ്യോ തല്ലണ്ട സച്ചി, ഞാൻ പറയാം എവിടെയുണ്ടെന്ന്. ഇതെങ്ങനെ നേരത്തെ പറഞ്ഞാൽ പോരെ? ഇത്രയും ദൂരം ഓടാൻ നിൽക്കണമായിരുന്നു. അത് പിന്നെ ജംഗ്ഷനിൽ പണി നടക്കുന്ന ഒരു സൈറ്റിലുണ്ട്. അതിനകത്ത് ഒരു മുറി കെട്ടിയിട്ടുണ്ട്. അതിനകത്താണ് ആൻ്റണി. ആൻ്റണിയും കുറച്ച് പേരും ഉണ്ട് അവിടെ. കൊള്ളാലോ, അവൻ കണ്ടത്തെ താവളം. സച്ചി, ആൻ്റണിയെ കണ്ട ഞാനാണ് ഇതെന്ന് പറഞ്ഞതെന്ന് പറയരുത്. അത് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ശരി, നീ വിളിച്ച അവനെ വിവരം അറിയിക്കണ്ട. അറിയിച്ച ചിലപ്പോൾ നിൻ്റെ തല പോവും. ഞാൻ പറയില്ല, സച്ചി പറയരുത്. ഞാനും പറയില്ല. ശരത്തെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വിടാം, വാ. അവനെന്നെ തല്ലാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിലേ എൻ്റെ നടു ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ പുറമെ സച്ചിയുടെ മർമ്മം നോക്കിയുള്ള അടി, അയ്യോ എനിക്ക് വയ്യ. സത്യം പറഞ്ഞത് നന്നായി. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശരത്തും സച്ചിയും അവിടെ എത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഗോഡൗണിൻ്റെ മുന്നിലെത്തിയ സമയത്ത് തന്നെ സച്ചി പറയുന്നുണ്ട്, ശരത്തെ നീ തൽക്കാലം ഇവിടെ നിന്നോ, അകത്തോട്ട് വരണ്ട. അകത്തോട്ട് വന്നാൽ ചിലപ്പോൾ നിന്നെ അവൻ വെറുതെ വിടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവനെ കൈകാര്യം ചെയ്തോളാം. സച്ചേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരിയടാ, ഞാൻ വിളിച്ചോളാം. ഇതും പറഞ്ഞ് സച്ചി നേരെ അകത്തോട്ട് കയറി ചെല്ലാൻ കേട്ടോ. സച്ചി അകത്തോട്ട് കയറി വരുന്നത് അവിടെ നിൽക്കുന്ന ഒരു ഗുണ്ട കാണുന്നുണ്ട്. ഇത് സച്ചിയല്ലേ? അയ്യോ, സച്ചി ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അയ്യോ അണ്ണാ അണ്ണാ അണ്ണാ. എന്താടാ അണ്ണൻ കിടന്ന് ഉറങ്ങാതെ, സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. സച്ചിയോ? സച്ചി എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? അവരെങ്ങനെ ഞാനിവിടെ ഉള്ളത് അറിയാം? അതൊന്നും അറിഞ്ഞൂടണ്ണാ, നമ്മളെ കുറേ പേര് പുറത്തുണ്ടല്ലോ, ചിലപ്പോൾ അങ്ങനെ വല്ല വഴിയും അറിഞ്ഞു കാണും. എന്നാലും അവൻ ഇങ്ങോട്ട്. നീ പോയി അവനെ തടഞ്ഞു നിർത്ത്. അയ്യോ എനിക്ക് പേടിയാണ്. അവൻ മർമ്മ നോക്കി ഒരെണ്ണം തന്നാൽ ഞാൻ ചത്തുപോവും. മരവാഴ, നിന്നെയൊക്കെ എന്തിനാടാ ഗുണ്ടയെന്ന് പറഞ്ഞ് നിർത്തിയേക്കുന്നത്? ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി എന്താ ഇവിടെ? എന്താടാ, എനിക്കിങ്ങോട്ട് വന്നൂടെ? നീ എവിടെ ഒളിഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ അറിയുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? സച്ചി, നിനക്കിപ്പം ഞാൻ വേറെ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? വരേണ്ട ആവശ്യം ഉണ്ടായിട്ടാടാ വരുന്നത്. എന്താവശ്യം? സച്ചി, നിനക്ക് ഞാനിപ്പോൾ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ പിന്നാലെ വരുന്നത്? നീ എനിക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ നീ എൻ്റെ ശത്രുവിന് വേണ്ടി വല്ലാത്ത സഹായം ചെയ്യുന്നുണ്ട്. ശത്രുവിനോ? ഏത് ശത്രുവിന്? ശത്രുവിൻ്റെ പേര് പറഞ്ഞാലേ അറിയുള്ളൂ എന്ന് വെച്ചാൽ പറയാം. ശ്രുതി എന്ന് പറയുന്ന ശത്രു. ശ്രുതിക്ക് നീ വലിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, പണമായിട്ടും അല്ലാതെയും ഒക്കെ. ഇതിന് മാത്രം അവളും നീയും തമ്മിൽ എന്താടാ ബന്ധം? നീ അവൾക്ക് പലിശക്ക് പണം എന്തിനു കൊടുത്തു? അതാണോ കാര്യം? അതെങ്ങനെ സച്ചി അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ശരത്ത് പറഞ്ഞു കാണും. ആണെങ്കിലിപ്പോൾ എന്താ കുഴപ്പം? എന്തിനാ അവൾ കാശ് വാങ്ങിയത്? അതൊന്നും എനിക്കറിയില്ല സച്ചി.
സാധാരണ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പലിശക്ക് കാശ് വാങ്ങിക്കാറുണ്ട്. ഞാനതുപോലെ കൊടുക്കുകയും ചെയ്യും, സമയത്തിന് അവരെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുകയും ചെയ്യും. അതല്ലാതെ എനിക്ക് അവളുമായിട്ട് വേറെ ഏർപ്പാടൊന്നുമില്ല. എന്നാ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? അത് സച്ചി വെറുതെ എന്നോടുള്ള വൈരാഗ്യത്തിൽ പറയുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും അങ്ങനെയല്ല. നീ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ സഹായം ചെയ്യുന്നുണ്ട്. അന്ന് നീ ശരത്തിൻ്റെ വീഡിയോ ലീക്കാക്കിയില്ലേ, അന്ന് എങ്ങനെയാടാ എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ നിനക്ക് കിട്ടിയത്? യാതൊരു ചാൻസും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് പിന്നെ എനിക്കൊരു അജ്ഞാതന് അയച്ചു തന്നതാ. അജ്ഞാതനോ? ഏതോ ഒരാൾ. ഞാൻ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതല്ലാതെ എനിക്ക് ആരാ അയച്ചെന്നൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? അറിയില്ല. എന്നാൽ നിനക്കറിയാം. ഇതും പറഞ്ഞോട് സച്ചി നല്ല രീതിയിൽ ഇടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ സച്ചി ഇങ്ങനെ തല്ലാതെടാ. തിരിച്ചും ആൻ്റണി തല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ സച്ചി നല്ല രീതിയിൽ തന്നെ അടി കൊടുക്കുന്നുണ്ട്. അയ്യോ എടാ ഇനി എന്നെ തല്ലല്ലേ സച്ചി, ഞാൻ പറയാം. എന്നാ പറ, എങ്ങനെയാ വീഡിയോ ലീക്കായത്? നീ ഇപ്പോൾ സംശയം പറഞ്ഞില്ലേ ശ്രുതിയെ തന്നെ? ശ്രുതി തന്നെയാ നിൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്തത്. അവൾ പറഞ്ഞിട്ടാ ആ വീഡിയോ ഞാൻ ലീക്കാക്കിയത്. എന്ത്? അവൾ പറഞ്ഞിട്ടോ? അതെ, അവൾക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടി അവൾ ആ സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാ. എന്ത് മറച്ചു വെക്കാൻ? അതുമാത്രം എനിക്കറിയില്ല സച്ചി. ഞാനും അവളും തമ്മിൽ ഇതേ ബന്ധമുള്ളൂ. പിന്നെ പലിശക്ക് കാശ് കൊടുക്കാറുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് 30 ലക്ഷം രൂപ വാങ്ങിയ ആളെ കണ്ടെത്താനും അവൾ പറഞ്ഞു. അതല്ലാതെ ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതല്ലാതെ നിനക്കൊന്നും അറിയില്ലേ? എനിക്കൊന്നും അറിയില്ല സച്ചി, ഇതിൽ കൂടുതലൊന്നും അറിയില്ല. ആ സമയത്താണ് ഉള്ളിൽ നിന്ന് ഒരു ഗുണ്ട വരുന്നത്. അണ്ണാ ആ നവീന് ബിരിയാണി വേണമെന്ന്, അതും പൊരിച്ച കോഴിയുടെ ബിരിയാണി. നവീനോ? അതാരാടാ? അത് പിന്നെ എൻ്റെ പരിചയത്തിലുള്ളൊരു ഗസ്റ്റാ. ഗസ്റ്റോ? ഗസ്റ്റിനെ നീ ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണോ? അത് പിന്നെ അയാൾ അകത്തിരുന്നോട്ടെ, നീ അങ്ങോട്ട് ചെല്ലണ്ട. എന്നാൽ പിന്നെ എനിക്കൊന്ന് കാണണം. ആ നവീനൊന്ന് കാണട്ടെ. സച്ചി ഇപ്പം അങ്ങോട്ട് പോകണ്ട. എടാ നോറി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അപ്പോഴാണ് നവീൻ പുറത്തോട്ട് വരുന്നത്. ആൻ്റണി, എനിക്കിന്ന് നോൺ വെജ് തന്നെ വേണം, പൊരിച്ച കോഴിയുടെ ബിരിയാണി. ഇത് കേട്ടപ്പോൾ തന്നെ സച്ചി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവീനെ കാണുന്നുണ്ട്. ഇയാളെ കണ്ടപ്പോൾ തന്നെ സച്ചി എവിടെയോ ഒരു പരിചയമുള്ളതുപോലെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്താണ് കാറി വെച്ച് പരിചയമുള്ളതും നല്ല രീതിക്ക് പെരുമാറിയതൊക്കെ ഓർമ്മ വരുന്നത്. ഡാ നീയോ? ഇത് സച്ചിയല്ലേ? അങ്ങനെ നവീൻ്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി ഒതിക്കുന്നുണ്ട്. എടാ നീ എന്താടാ ഇവിടെ? ഇവനുമായിട്ട് നിനക്കെന്താ ഏർപ്പാട്? അത് പിന്നെ പറയടാ പറയ്. അപ്പം ആൻ്റണി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവനിൽ നിന്നിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ സത്യം പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവന് ഇടിച്ച് ഊപ്പാട് കലക്കും. എന്തായാലും ശ്രുതിക്കല്ലേ പ്രശ്നം വരത്തുള്ളൂ, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം. എടാ ആൻ്റണി, സച്ചി അവനെ വിട്, ഞാൻ പറയാം. എന്ത്? സത്യം സത്യം പോലെ പറയണം. സത്യം സത്യം പോലെ തന്നെ പറയുന്നുള്ളൂ. ഈ നിൽക്കുന്നവനുണ്ടല്ലോ, നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയില്ലേ ശ്രുതി, അവളുടെ ആദ്യ ഭർത്താവിൻ്റെ അനിയനാ നവീൻ ദാസ്. ശ്രുതിയുടേതോ? അവൾക്ക് ആദ്യത്തെ ഭർത്താവോ? അപ്പം നിനക്കൊന്നും അറിയില്ല. നിൻ്റെ ചേട്ടന് വല്ലതും അറിയോ? അവനൊരു മരമണ്ടനാ സച്ചി. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. നിൻ്റെ ഏട്ടൻ മരമണ്ടൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ രണ്ടാം വിവാഹക്കാരിയായ ഭാര്യയെ അവൻ തിരിച്ചറിയാനത്. അതുപോട്ടെ, അവളൊന്ന് പ്രസവിച്ചതാണെന്ന് പോലും അവൻ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. എന്ത് അനാവശ്യം പറയുന്നോ? സച്ചി, ആൻ്റണി അനാവശ്യം പറഞ്ഞതല്ല. അവളൊന്ന് പ്രസവിച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവളെ ഒരു ചെക്കപ്പ് നടത്തി നോക്ക്. ആ സമയത്ത് അറിയാൻ പറ്റും അവളൊരു ഗർഭിണി ആയിരുന്നോ എന്നുള്ളത്. ഗർഭിണി ആയിരുന്നു എന്ന് മാത്രമല്ല, അവൾ പ്രസവിച്ച കുഞ്ഞിപ്പോൾ ജീവനോടെ ഉണ്ട്. അവൾക്ക് യഥാർത്ഥത്തിൽ ഒരു അമ്മയും ഉണ്ട്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അതെ സച്ചി, നീ അറിയാത്ത സത്യങ്ങൾ അതൊക്കെ. അവളൊരു തനി കള്ളിയാ, എൻ്റെ ഏട്ടനെ വഞ്ചിച്ചവൾ. ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞുണ്ട്, അത് അനാഥയായി കഴിയുക. അവൾക്ക് ആദ്യം ഒരു ഭർത്താവുണ്ടെന്നുള്ളത് സത്യമാണോ? അതെ, അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ളത് സത്യ. ഈശ്വര, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇവൾ ഇത്രയ്ക്കും കള്ളിയായിരുന്നോ? അത് മാത്രമല്ല സച്ചി, നിങ്ങളുടെ വീട്ടുകാരെ നിരന്തരം അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ സച്ചി ആകെ തളർന്നു പോവാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ആൻ്റണിക്ക് നല്ല സന്തോഷമാവുകയാണ്. സച്ചി, നീ ഇവിടെ വന്ന് ഞങ്ങളോടല്ല ബഹളം വെക്കേണ്ടത്. എന്താണോ നിനക്കറിയേണ്ടത് അത് അവളോട് ചെന്ന് ചോദിക്ക്. നവീൻ ദാസ് ഞാൻ എപ്പോൾ വിളിച്ചാലും വരുമോ? എനിക്ക് വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ വിളിച്ചാൽ എൻ്റെ വീട്ടിലോട്ട് വരണം. തീർച്ചയായും. ഞാൻ സച്ചി വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എത്താം. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് സച്ചി അവിടുന്ന് പുറപ്പെടാൻ കേട്ടോ. ആൻ്റണി, നീ എന്തിനാടോ പെട്ടെന്ന് സത്യം പറഞ്ഞത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ അടി എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. മർമ്മം നോക്കി അവൻ അടിക്കാം. പിന്നെ 2-3 മാസം ബെഡ് റെസ്റ്റ് ആയിരിക്കും നിനക്കൊക്കെ. സത്യമെല്ലാം പറയേണ്ടി വന്നു.
ഇനി ഞാൻ ഭീഷണിപ്പെടുത്തി അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശ് മേടിക്കും? അതിനൊക്കെ ഇനിയും വഴിയുണ്ട്. അവളുടെ അമ്മയും കുഞ്ഞ് ആരാണെന്നൊന്നും സച്ചി തിരിച്ചറിഞ്ഞിട്ടില്ല. സച്ചിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാ അവളുടെ അമ്മയും കുഞ്ഞും. ഇതും പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. സച്ചി നേരെ പോയി ബൈക്കിൽ കയറുന്നുണ്ട്. എന്നാൽ സച്ചിയുടെ ദേഷ്യവും മുഖഭാവവും ഒക്കെ കണ്ടിട്ട് ശരത്ത് കാര്യം തിരക്കുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും പറയുന്നില്ല കേട്ടോ. ഒരേ മൈൻഡിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ശരത്തിനെ വീട്ടിലിറക്കി കൊടുക്കുന്നുണ്ട്. നേരെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ ഞാൻ അടുത്ത എപ്പിസോഡിലായിട്ടിടാം. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.